Silent night, holy night, all is calm, all is bright. Round you, Virgin Mother and Child, holy infants of tender and mild, sleep in heavenly peace, sleep in heavenly peace. ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു പാട്ട് സൈലന്റ് നൈറ്റ് ആണ്. ആദ്യം ഓർമ്മ വരുന്ന പാട്ട് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും മഹത്തായ ക്രിസ്മസ് ഗാനം ഏതാണെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് സൈലന്റ് നൈറ്റ് ആണ്. സൈലന്റ് നൈറ്റിന്റെ കഥ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. 19-ാം നൂറ്റാണ്ടിലെ ആദ്യകാലത്ത് 1818 ഈ ഒരു ഗാനത്തിന്റെ പിറവി. 1818 ഡിസംബർ, ക്രിസ്മസ് കാലം, ഒരാഴ്ച മാത്രം ബാക്കിയുണ്ട്, ക്രിസ്മസിന്റെ ആഴ്ചയാണ്. ആ സമയത്ത് ജോസഫ് മോഹർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, ഓസ്ട്രിയയിലെ സെയിന്റ് നിക്കോളാസ് ദേവാലയത്തിന്റെ വികാരിയച്ഛനായിരുന്ന ഫാദർ ജോസഫ് മോഹർ. അപ്പോൾ അദ്ദേഹം ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് കൊയർ, ക്രിസ്മസിന്റെ പരിപാടികളും കാരൽ സോങ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഒരുക്കത്തിനിടയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം നോക്കുമ്പോൾ പള്ളിയിലെ ഓർഗൻ കേടായി പോയിരിക്കുകയാണ്. ഓർഗൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഓർഗൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ക്രിസ്മസ് പരിപാടി നടത്തുക, ക്രിസ്മസ് പാട്ടുകൾ പാടുക? അപ്പം അച്ഛൻ ചിന്താക്കുഴപ്പത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഓർമ്മ വന്നത്. 2 വർഷം മുമ്പ് 1816 അദ്ദേഹം മറ്റൊരു പള്ളിയിലായിരുന്ന സമയത്ത് ഈ അച്ഛൻ ഒരു പാട്ട് എഴുതിയായിരുന്നു. അത് തുടങ്ങുന്നത് ജർമ്മൻ ഭാഷയിലാണ്. സ്റ്റില്ലെ നാച്ചെ എന്ന് പറയുന്ന സൈലന്റ് നൈറ്റിന്റെ ജർമ്മൻ രൂപം. അത് 2 വർഷം മുമ്പ് എഴുതി വെച്ചൊരു പാട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നു. ആ എഴുത്തിന്റെ പശ്ചാത്തലത്തിനെ പറ്റി പറയുന്നത് പല വേർഷൻസും ഉണ്ട്. കാരണം ഇത്രയും കാലത്തിന് മുമ്പ് എഴുതിയോണ്ടായിരിക്കാം ഇതിന്റെ പശ്ചാത്തലങ്ങൾ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് പല പല വേർഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കഥ പറയുന്നതനുസരിച്ചിട്ട് ഇദ്ദേഹം ഒരു ക്രിസ്മസ് കാലത്ത് ഒരു കുടുംബം സന്ദർശിക്കാൻ പോയി. അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞുവാവ വീട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ശാന്തമായി ഇറങ്ങുന്ന ഉണ്ണിയെ കണ്ടിട്ട്, ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ നിറയെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഡിസംബർ കാലത്തെ ഓസ്ട്രിയയാണ്. മഞ്ഞ് വീണ് കിടക്കുന്ന സമതലങ്ങൾ, പുൽപ്പുറങ്ങളൊക്കെ മഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. ആകാശം ശാന്തമാണ്. ഏകദേശം രാത്രിയാവുമ്പോഴാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അപ്പോൾ നീല ശാന്തമായ ആകാശം, താരങ്ങളുണ്ട്, നിശാന്തമായ രാത്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ വന്ന ഒരു വരികളാണ്, സൗമ്യം ആ അന്തരീക്ഷമാണ് അദ്ദേഹത്തെ, ദിവ്യാനുഭൂതി, ദിവ്യപ്രശാന്തമായ അന്തരീക്ഷം മനസ്സിൽ വന്ന്, അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന് നിറയുകയും അന്ന് തിരിച്ച് രാത്രി വീട്ടിലെത്തിയ ശേഷം എഴുതിയ പാട്ടാണ് സൈലന്റ് നൈറ്റ് എന്ന് ഒരു വേർഷൻ പറയുന്നുണ്ട്. മറ്റൊരു വേർഷൻ പറയുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ, അന്ന് വികാരിയല്ല, അദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ചെയ്തൊരു അസിസ്റ്റന്റ് വികാരം മറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഈ ബവേറിയൻ സൈന്യം അധിനിവേശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസിന് മുമ്പായിട്ട് ഈ ബവേറിയൻ സൈന്യം ഈ നാട് ഉപേക്ഷിച്ച് അവർ തിരിച്ച് യുദ്ധം നിർത്തി തിരിച്ചു പോകുമ്പോൾ ആ നാട്ടിലൊരു ശാന്തത ഉണ്ടാവുകയും ആ ഒരു സമയത്താണ് അദ്ദേഹം അതിൻ്റെ ഒരു ആശ്വാസം, ക്രിസ്മസ് ഒരു ആശ്വാസവുമായിട്ടാണല്ലോ വരുന്നത്. അപ്പം അതിൻ്റെ ഓർമ്മയിലും കൂടിയാണ് ഈ പാട്ട് എഴുതിയതെന്നുള്ള മറ്റൊരു ഭാഷ്യവും കൂടിയുണ്ട്. എന്തായാലും ഇതാണ് എൻ്റെ സംഭവം. അപ്പോൾ അച്ഛൻ ആ ഒരു പാട്ട് ഓർമ്മ വരുന്നു. 2 വർഷം മുമ്പ് എഴുതിയ പാട്ട് അദ്ദേഹത്തിന് ഈ 1818 ക്രിസ്മസിന് മുമ്പായിട്ട് ഓർമ്മ വരികയും അദ്ദേഹം ആ പാട്ട് ട്യൂൺ ചെയ്യാൻ വിചാരിക്കുകയും ചെയ്യാണ്. അതാവുമ്പോഴേക്കും ഓർഗൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം ഓർഗൻ കേടായെന്ന് ആദ്യം തന്നെ പറഞ്ഞു. പിന്നെ ഒരു ഓപ്ഷനുള്ള ഗിത്താറ് കൊണ്ട് പ്ലേ ചെയ്യാം, ഗിത്താറ് കൊണ്ട് മാനേജ് ചെയ്യാം ഈ ഒരു ക്രിസ്മസിന് പാട്ട്. അങ്ങനെ അദ്ദേഹം ഈ വരികളും കൊണ്ട് ആ ഒരു പള്ളിയിലെ സെയിന്റ് നിക്കോളാസ് ദേവാലയത്തിലെ ഒരു സംഗീതജ്ഞനായിരുന്ന ഒരു ദേവാലയത്തിലെ സംഗീതജ്ഞൻ മാത്രമല്ല, അദ്ദേഹം ഒരു മ്യൂസിക് ടീച്ചറുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസ് ഗ്രൂബറിന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഈ വരികൾ കൊടുക്കുന്നു. ഗ്രൂബർ ഒറ്റ രാത്രി കൊണ്ട് അത് സംഗീതം കൊടുക്കുന്നു. അങ്ങനെയാണ് ലോകത്തിലെ എക്കാലത്തെയും മികച്ച ക്രിസ്മസ് ഗാനങ്ങളിൽ ഒന്ന്
ഒരുപക്ഷെ എക്കാലത്തെയും വെച്ച് ക്രിസ്മസ് ഗാനം എന്ന് തന്നെ വിളിക്കാവുന്ന മികച്ച എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത്. ഏതാണ്ട് 300 ഭാഷകളിലാണ് ആ പാട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എത്രയോ രാജ്യങ്ങളിൽ പാടുന്നുണ്ടെന്ന് കണക്കാക്കാൻ പോലും അവർ അത്രയും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന അത്രയും ശാന്തമായിട്ടുള്ള ക്രിസ്മസിന്റെ ആ രൂപി മുഴുവനും ആവാഹിച്ചെടുത്ത ആ ഗാനത്തിന്റെ പിറവി അങ്ങനെയായിരുന്നു. ആ രണ്ടുപേരും ചേർന്ന് ഫാദർ ജോസഫ് മോഹറും സംഗീതജ്ഞനായ ഫ്രാൻസ് ഗ്രൂബറും ചേർന്ന് ആ രാത്രി ആ ഗാനത്തിന് പിറവി കൊടുത്തു. അങ്ങനെ ആ ഗാനം അന്ന് ക്രിസ്മസിന്റെ തലേ രാത്രി അവരത് പെർഫോം ചെയ്യുകയാണ്. പിന്നീട് അതിനുശേഷം ഈ ഓർഗൻ നന്നാക്കാൻ വേണ്ടി ഒരാൾ വന്നു. അയാൾ ഓർഗൻ നന്നാക്കിയതിന് ശേഷം ഫ്രാൻസ് ഗ്രൂബർ എടുത്തിരിക്കുന്നുണ്ട്. നന്നാക്കിയതിന് ശേഷം ഇദ്ദേഹത്തോടൊന്ന് ശരിയാണെന്നോ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർഗൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇദ്ദേഹം പ്ലേ ചെയ്ത് നോക്കിയ പാട്ട് ഈ സൈലന്റ് ആയിട്ടാണ് ഈ പാട്ട് സൈലന്റ് ആയിട്ട് പ്ലേ ചെയ്തു. ഇത് കേട്ടപ്പോൾ ഇതിന്റെ വശ്യമായ ഭംഗി കാതിൽ കേട്ടിട്ട് ഇദ്ദേഹം അതിന്റെ നോട്ട്സ് ചോദിച്ചു. ഇത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. ഇതൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുക. അത് പാട്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ട് അദ്ദേഹം തന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇദ്ദേഹം ഈ പാട്ട് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഈ ഓർഗൻ പ്രിപ്പയർ ചെയ്യാമെന്ന ആളുടെ പാട്ട് മനസ്സിൽ നിന്ന് പാട്ട് പോകുന്നില്ല. അത്രക്ക് വശ്യമായ സംഗീതമാണ് അതിന്റെ അരൂപി ആത്മാവ് അത്രക്ക് ഹൃദ്യമാണ്. അദ്ദേഹം പോവുകയും തന്റെ നാട്ടിൽ പോയിട്ട് അത് അവിടെ മറ്റുള്ളവരോടൊക്കെ ഈ പാട്ട് പാടി കേൾപ്പിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സംഗീത ട്രൂപ്പുകളുണ്ട് അവിടെ. അപ്പൊ ആ 2 റെയിനേഴ്സും സ്ട്രോസേഴ്സും ഉണ്ട്. അപ്പൊ ഈ സ്ട്രോസേഴ്സ് ഫാമിലി ഒരു കുടുംബമാണ്, സംഗീത കുടുംബങ്ങളാണ്. അപ്പൊ ഇവർ ഈ പാട്ടും ഏറ്റെടുക്കുകയും ഈ പാട്ടുമായിട്ട് അവർ പല നാടുകളിൽ സഞ്ചരിച്ച് പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ നാടുകളെന്ന് പോവുകയാണ് ഈ പാട്ട്. ഓസ്ട്രേലിയ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒബൻഡോർഫ്, ഞാൻ ആ പേര് പറയാൻ വിട്ടുപോയി, ഒബൻഡോർഫ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് സെന്റ് നിക്കോളാസ് പള്ളി. ആ ചെറിയൊരു ഗ്രാമത്തിൽ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത ആ ഒരു ഗാനം സൈലന്റ് നൈറ്റ്, അത് കടലും മേടും ഒക്കെ കടന്ന് രാജ്യങ്ങളും രാജ്യാതിർത്തികളൊക്കെ കടന്ന് ഒരുപാട് രാജ്യങ്ങളിലേക്ക് എത്തി. അതിൽ 2 പ്രധാന പങ്ക് വഹിച്ച 2 മ്യൂസിക് ട്രൂപ്പുകളാണ്, ഒന്ന് സ്ട്രോസേഴ്സും ഒന്ന് റെയിനേഴ്സും. സ്ട്രോസേഴ്സ് അങ്ങനെ യൂറോപ്പിലെ മറ്റേ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ റെയിനേഴ്സ് എന്ന ട്രൂപ്പ് എന്ത് ചെയ്തു, അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. പുതിയ ഭൂഖണ്ഡമാണല്ലോ, അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഈ പാട്ടെത്തി. അപ്പൊ അവിടെയും പ്രചാരത്തിലെത്തി. അതിനുശേഷം 1834 അന്ന് ഇന്നത്തെ ജർമ്മനിയുടെ അന്നത്തെ കാലത്ത് പ്രഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് സാമ്രാജ്യം, പ്രഷ്യ സാമ്രാജ്യം. അപ്പൊ അന്ന് ഫ്രെഡറിക് വില്യം 4 ചക്രവർത്തിയാണ് അന്ന് എന്ത് ചെയ്യുന്നത്, ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ പെർഫോം ചെയ്യാനിടയായി. അദ്ദേഹം ഈ പാട്ട് കേൾക്കുകയും വല്ലാതെ അങ്ങനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി മുതൽ എല്ലാ വർഷവും ക്രിസ്മസിന് സൈലന്റ് നൈറ്റ് പാടണം. അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും പിന്നെ അത് അവിടുത്തെ ഒരു പ്രഷ്യയിലെ ആസ്ഥാന സംഗീതമായിട്ട് ക്രിസ്മസ് ഗാനമായിട്ട് മാറി. അപ്പൊ പാട്ട് വളർന്ന് പോവുകയാണ്. പിന്നെ ഓരോ രാജ്യങ്ങളിലേക്ക് എത്തി. പിന്നെ അതിന്റെ പ്രചാരം നമ്മൾ ഇന്ന് കാണുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 300-ലധികം ഭാഷകളിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ സൈലന്റ് നൈറ്റ് നമ്മുടെ മലയാളത്തിലും നമുക്കറിയാം, ശാന്തരാത്രി, തിരുരാത്രി എന്ന് പറയുന്നൊരു വേർഷനാണ് മലയാളത്തിലെ പരിഭാഷയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പൊ അതുപോലെ പല വേർഷൻസും ഉണ്ട്. അപ്പോൾ അതുപോലെ മറ്റു പല ഭാഷകളിലേക്കുണ്ട്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജോൺ യങ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന സൈലന്റ് നൈറ്റ് പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ ഇതാണ് സൈലന്റ് നൈറ്റിന്റെ പിറവിയുടെ കഥ. പക്ഷെ അതിൽ വേറൊരു സുപ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്രിസ്മസിന്റെ ഈ സന്ദേശം അവസാനിപ്പിക്കാം. അത് നടക്കുന്നത് 1914 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണ്. അപ്പൊ 2ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ബെൽജിയത്തില് ഒരു നോമാൻസ് ലാൻഡ് എന്നൊക്കെ നമ്മൾ വിളിക്കാവുന്ന സ്ഥലങ്ങളിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ 2 ട്രൂപ്പുകൾ, ഒരു ജർമ്മൻ സൈന്യം, ഇപ്പുറത്ത് എന്താ പറയാ ബ്രിട്ടീഷ് സൈന്യമുണ്ട്. അപ്പൊ ഈ 2 പേരുടെ ഇടയിൽ നോമാൻസ് ലാൻഡിൽ ഒരു രാത്രിയാണ്. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് തലേ രാത്രിയിൽ ഒരു ശാന്തമായിരിക്കുന്ന സമയത്ത് 2 പേരും ട്രെഞ്ചുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. 2 സൈന്യങ്ങൾ അപ്പുറം ഇപ്പുറം കുറെ ദൂരത്ത്. അപ്പോൾ ഇതിനിടയിൽ ഒരു ജർമ്മൻകാരൻ ആയിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് സൈലന്റ് ആയിട്ട് പാടുകയാണ്. സൈലന്റ് ആയിട്ട് പാടുമ്പോഴേക്കും അപ്പുറത്തിരുന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിലുള്ള ഒരാൾ അത് ഏറ്റുപാടുന്നു. ജർമ്മൻകാരൻ സ്റ്റില്ലെ നാച്ചെ എന്ന് പറയുന്ന ജർമ്മൻ വേർഷൻ പാടുമ്പോൾ അപ്പുറം ഇരുന്നിട്ടുള്ള മറ്റേ സൈന്യത്തിൽ, ശത്രു സൈന്യത്തിലിരിക്കുന്ന ബ്രിട്ടീഷുകാരൻ ഇംഗ്ലീഷിൽ അതിന്റെ വേർഷൻ പാടുന്നു. അവർക്കിടയിൽ വലിയൊരു സാഹോദര്യത്തിന്റെ ഒരു ക്രിസ്മസിന്റെ അരൂപി വന്ന് നിറയുകയും ഓരോരുത്തരായിട്ട് ആ പാട്ട് ഏറ്റുപാടുകയും ചെയ്യുകയും അതിനുശേഷം ഓരോരുത്തരാക്കി ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അന്ന് ഒരു ദിവസം മുഴുവൻ, ക്രിസ്മസ് ദിവസം മുഴുവൻ ആ യുദ്ധം നിർത്തിവെച്ചു എന്നാണ് അതിന്റെ ചരിത്രം പറയുന്നത്. കഥയല്ല, ചരിത്രമാണ്.
അത് ക്രിസ്മസ് ട്രൂസ് 1914 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു വെക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ക്രിസ്മസ് ട്രൂസ് 1914. ആ സമയത്ത് ഈ രണ്ട് സൈനികരും ഈ ശത്രുത മറന്ന്, യുദ്ധം മറന്ന് അവരൊരുമിച്ചിരുന്ന് സൈലന്റ് ആയിട്ട് പാടി എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും പ്രത്യാശാജനകമായ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ ചരിത്രകാരന്മാരും കണക്കാക്കുന്നത്. കാരണം ഒരു മഹായുദ്ധം നടക്കുക, ലോക മഹായുദ്ധത്തിനെ പോലെ നിർത്തിവെക്കാനായിട്ടുള്ള ശക്തി ക്രിസ്മസിനുണ്ടെന്നും അതോടൊപ്പം സൈലന്റ് ആയിട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് എങ്ങനെയാണ് ക്രിസ്മസിന്റെ അരൂപി ശത്രുക്കളുടെ ഇടയിൽ നിറഞ്ഞൊഴുകുകയും അവരെ ഒരു വലിയൊരു പ്രശാന്തതയിലേക്ക്, മനുഷ്യത്വത്തിന്റെയും ദൈവികതയുടെയും ഒരു ആഴത്തിലേക്ക് നയിച്ചു എന്നുള്ളതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് പലരും ഈ ഒരു സംഭവത്തെ കണക്കാക്കുന്നത്. അതിനുശേഷം പലതരം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കളികളിൽ ഏർപ്പെടുന്നുണ്ട്, സമ്മാനങ്ങൾ കൈമാറുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടുള്ള ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ സൈലന്റ് ആയിട്ടിന്റെ വ്യാപ്തി, അതിന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് അവസാനിക്കാത്തതാണ്, അനന്തമാണ്. അതിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാം പാടുന്നുണ്ട്, അവിടെയെല്ലാം സൈലന്റ് ലൈറ്റിന്റെ മഹത്വം, അതിന്റെ ഒരു അരൂപി, ക്രിസ്മസിന്റെ അരൂപി പടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്ന് നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക സൈലന്റ് ആയിട്ട് എടുത്ത്. അപ്പൊ അതിന്റെ ഒരു ആത്മീയാനുഭൂതി നമുക്ക് അനുഭവിക്കാനാവും. ഇതാണ് ഇതിന്റെ സൈലന്റ് ലൈറ്റിന്റെ കഥ. അപ്പൊ ഈ ക്രിസ്മസ് നമുക്കറിയാം ഇപ്പോഴും ലോകത്തിൽ പലയിടങ്ങളിലും യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1914 യുദ്ധത്തിനിടയിൽ പോലും നിർത്താനായിട്ടുള്ള ഒരു ശക്തമായൊരു പ്രശാന്തി, ഒരു ആഴമുള്ളൊരു പ്രശാന്തത ഈ ഗാനത്തിനുണ്ട്. അതിന്റെ മ്യൂസിക്കിന്റെ പ്രത്യേകത തന്നെയാണ്. വരികൾക്കും മ്യൂസിക്കും ചേർന്നുണ്ടാവുന്ന ഒരു രാസപ്രക്രിയയാണ് സംഭവിക്കുന്നത്. അത് കേൾക്കുന്നവർക്കൊക്കെ ആ ഒരു ശാന്തത ഉണ്ടാവുന്നുണ്ട്. ശാന്തയാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ആഴം. സ്നേഹവും ശാന്തിയുമാണ് അതിന്റെ സന്ദേശം. അപ്പോൾ യുദ്ധവും ഇതുപോലുള്ള ഒക്കെ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ സൈലന്റ് നൈറ്റിന്റെ പ്രസക്തി ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഈ ക്രിസ്മസ് പ്രശാന്തമായിരിക്കട്ടെ, സൈലന്റ് നൈറ്റ് പോലെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു മനോഹരവും സന്തോഷപ്രദവുമായ ക്രിസ്മസ് നേരുന്നു. നന്ദി. Silent night, holy night, all is calm, all is bright, round you virgin mother and child, holy infant so tender and mild. Sleep in heavenly peace, sleep in heavenly peace.